മാതൃഭക്തിയിൽ 5-ാം ദിവസത്തെ പ്രാർത്ഥനയിലാണ് നമ്മൾ പങ്കെടുക്കുക. ഇന്നത്തെ വിഷയം പരിശുദ്ധ മറിയം മിശിഹായുടെ സഭയുടെ പ്രതീകമാണ് എന്ന തലമാണ്. നമുക്ക് ഒരുമിച്ച് പാടാം. തന്നാലും നാഥ ആത്മാവിനി ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനീ നിത്യസഹായകനേ. അകതാരിലുണർവിൻ്റെ പനിനീരുതൂകി അവിരാമമൊഴുകി വരൂ, വരദാനവാരിതേ ഫലമേകുവാനായി അനസ്യൂതമൊഴുകി വരൂ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുലോകത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ധ്യാനം. പരിശുദ്ധ ത്രിത്വത്തിൽ ഉത്ഭവിച്ച് അവിടുത്തെ ദൈവീകതയിൽ പങ്കുകൊണ്ട് ഈ ലോകത്തിൽ വിപ്രവാസം അനുഭവിക്കുകയും സ്വർഗീയ ഓർശനത്തെ ലക്ഷ്യമാക്കി വിശ്വാസത്തിൻ്റെ തീർത്ഥാടനം ചെയ്യുകയും തൻ്റെ സ്വർഗീയ മണവാളൻ്റെ പുനരാഗമനത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ദൈവജനമായ തിരുസഭയുടെ മഹത്തായ പ്രതീകമാണ് പരിശുദ്ധ മറിയം. മറിയത്തിൻ്റെ പ്രതീകാത്മകമായ ധർമ്മം വെറും ഭാവനയുടെ ചിത്രീകരണമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാപിതാക്കന്മാരുടെ ദർശനത്തിലും അധിഷ്ഠിതമാണ്. തിരുസഭാ രഹസ്യത്തിൻ്റെ പരമമൂർത്തിഭാവമാണ് മറിയം എന്ന് വത്തിക്കാൻ കൗൺസിൽ പറയുന്നു. പ്രസാദപര തലത്തിൽ മറിയത്തിനുള്ള മാതൃത്വം അവളുടെ മധ്യസ്ഥ ശക്തിയുടെ അടിസ്ഥാനമായിരിക്കുമ്പോൾ കന്യത്വപൂർണമായ മാതൃത്വം മറിയത്തെ തിരുസഭയോട് അനുരൂപപ്പെടുത്തുന്നു. തിരുസഭയുടെ പൂർവ്വസദൃശ്യമായ ഇസ്രായേലിൻ്റെ ഉത്തമ പ്രതീകമാണ് പരിശുദ്ധ കന്യക. കന്യകയും മാതാവുമായ തിരുസഭയുടെ ഉജ്ജ്വല പ്രകാശനവും കന്യകയും മാതാവുമായ മറിയത്തിൽ മാത്രമേ നാം കണ്ടെത്തുകയുള്ളൂ. അതുപോലെ തന്നെ തിരുസഭയുടെ തീർത്ഥാടക സ്വഭാവവും ആധ്യാത്മിക സ്വഭാവവും മറിയത്തിൽ വ്യക്തമായി പ്രകാശിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഭ മനുഷ്യവർഗം മുഴുവൻ്റെയും മാതാവാണ്. അതുപോലെ തന്നെ മനുഷ്യവംശം മുഴുവൻ്റെയും മാതാവാണ് മറിയം. സഭയിൽ ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. എന്നാൽ പരിശുദ്ധ മറിയമാണ് ലോകത്തിന് ക്രിസ്തുവിനെ പ്രദാനം ചെയ്തത്. യേശു മറിയത്തിന് നൽകിയ പ്രത്യേക അനുഗ്രഹങ്ങളുടെ എല്ലാം ആരംഭവും അടിസ്ഥാനവുമായി നിലകൊള്ളുന്നത് അവളുടെ അചഞ്ചലവും സജീവമായ വിശ്വാസമത്രേ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇതായിരുന്നു ആദ്യം മുതൽ അന്ത്യം വരെ മറിയത്തിൻ്റെ മനോഗതം. ദൈവികാഹ്വാനത്തിന് പരിപൂർണമായ പ്രത്യുത്തരം നൽകുകയും പ്രതിസമർപ്പണം നടത്തുകയും ചെയ്തവളാണ് പരിശുദ്ധ ജനനി. ദൈവത്തിൻ്റെ ദൂതനിൽ കലർപ്പില്ലാത്ത വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വിശ്വാസവും അനുസരണം വഴി മറിയൻ ലോകത്തിന് ക്രിസ്തുവിനെ നൽകി. ഇപ്രകാരം പരിശുദ്ധ കന്യക വിശ്വാസികളുടെ സമൂഹമായ തിരുസഭയുടെ പ്രതീകമാണ്. സജീവ വിശ്വാസം നമ്മിൽ സംജാതമാക്കുവാൻ അനുഗ്രഹം യാചിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സജീവമായ വിശ്വാസവും ആത്മസമർപ്പണവും വഴി മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ മാതാവാകുവാൻ നസ്രത്തിലെ വിനീത കന്യകയായി അങ്ങ് ആഗ്രഹിച്ചുവല്ലോ. കന്യകയും മാതാവുമായ മറിയത്തിൽ നിന്ന് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ചൈതന്യം ഞങ്ങൾ സ്വീകരിക്കട്ടെ. ഞങ്ങൾ ജ്ഞാനസ്നാനത്താൽ സ്വീകരിച്ച വിശ്വാസ ചൈതന്യത്തെ പരിപുഷ്ടിപ്പെടുത്തുവാനും സജീവമാക്കുവാനുമുള്ള ആ വിശ്വാസത്തിനു വേണ്ടി ജീവൻ പോലും ബലികഴിക്കുവാൻ ഉള്ള ശക്തിയും ധൈര്യവും നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവനുള്ള വിശ്വാസത്തിൽ നിന്ന് ഉറവെടുത്ത ജീവിതത്താലും പ്രവൃത്തികളാലും പരിശുദ്ധ മറിയത്തെ പോലെ അങ്ങേക്ക് സദാ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങേ മക്കളായ ഞങ്ങളെല്ലാവരും കൂടി അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരെ സദാ നയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവപുത്രരുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, യഥാർത്ഥമായ വിശ്വാസ ചൈതന്യത്തിലേക്കും ദൈവമേ ഞങ്ങളെ നയിക്കണമേ.
വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെയും ഞങ്ങളുടെ മാതാവായ മറിയത്തെയും ദൈവമേ അങ്ങ് സ്മരിക്കണമേ. അവിശ്വാസികൾ അങ്ങേ അവഹേളിക്കുന്നതും വിശ്വാസികൾ അങ്ങേ അനാദരിക്കുന്നതും എന്നതും ഞങ്ങൾ സദാ കാണുന്നു. എൻ്റെ അപരാധങ്ങളും അങ്ങ് സദാ കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവേ, അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാനോ അങ്ങയോട് പ്രാർത്ഥിക്കുവാനോ ഞാൻ യോഗ്യനല്ല. എൻ്റെ നിസ്സാരതയെയും ബലഹീനതയെയും അങ്ങെന്ന് എന്നെ അറിയിക്കണമേ. ഞാൻ പൂർണ്ണ ഹൃദയ വിജ്ഞാനം പ്രാപിക്കട്ടെ. എൻ്റെ പിതാവേ, എൻ്റെ ദാരിദ്ര്യവും അജ്ഞതയും എനിക്ക് തുറന്നു കാട്ടണമേ. എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു, എൻ്റെ മനസ്സ് ആകുലപ്പെടുന്നു. കർത്താവേ, ഞാൻ എന്നെ മുഴുവൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നാഥ, സത്യത്തെ സ്നേഹിക്കുവാനും എളിയവരെ ആദരിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ആത്മാവിൻ്റെ ഉള്ളറകൾ അഹന്തതയിൽ പൂരിതമായിരിക്കുന്നു. അങ്ങേ പ്രകാശത്തിൻ്റെ നേരിയ ഒരു കിരണമെങ്കിലും നാഥ അങ്ങ് അതിൽ നിക്ഷേപിക്കുക. അപ്പോൾ ഞാൻ പവിത്രീകൃതനാകും. ദൈവമായ കർത്താവേ, അങ്ങേ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ. അന്ധകാരത്തിൽ വസിച്ചിരുന്നവർ വലിയ പ്രകാശം ദർശിച്ചു എന്ന വചനം നിറവേറ്റിക്കൊണ്ട് യോർദ്ദാൻ നദിയിലുള്ള യേശുവിൻ്റെ മാമോദീസായും തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിക്കൊണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയതും ദൈവരാജ്യത്തിൻ്റെ ആഗമനം അറിയിച്ചുകൊണ്ടുള്ള മാനസാന്തരത്തിൻ്റെ സുവിശേഷ പ്രസംഗവും താബോർ മലയുടെ മഹത്വപൂർണമായ രൂപാന്തരപ്പെടലിലൂടെ പീഡാനുഭവ മരണ ഉത്ഥാനത്തിന് ശിഷ്യന്മാരെ സാക്ഷികളാക്കിയതും ലോകാവസാനത്തോളം നിലനിൽക്കുന്ന സ്നേഹം ദൈവജനത്തിന് പങ്കുവയ്ക്കുവാൻ അപ്പവും വീഞ്ഞും തൻ്റെ ശരീരരക്തങ്ങളാക്കി മാറ്റി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതും ഉൾക്കൊള്ളുന്ന യേശുവിൻ്റെ പരസ്യ ജീവിതത്തെ ആധാരമാക്കിയുള്ള പ്രകാശ രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് നമുക്ക് മാതാവ് വഴി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സുലോകത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സാർവത്രിക പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ മറിയത്തിന് നൽകിയ വിശ്വാസ ചൈതന്യത്തിന് ദൈവത്തോട് നന്ദി പറയുകയും ആ വിശ്വാസം നമ്മിലും സജീവമായി തീരുവാൻ ആ കന്യക വഴി പ്രാർത്ഥിക്കുകയും അവിടുത്തെ മധ്യസ്ഥം ഉപേക്ഷിക്കുകയും ചെയ്യാം. ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ക്രിസ്തുവിനായി ജീവിക്കുവാൻ ഞങ്ങൾ ശക്തരാകുവാൻ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിന്നെപ്പോലെ ദൈവികാഹ്വാനങ്ങൾക്ക് വിനീതമാനസനായി വിധേയരാകുവാൻ ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാൻ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആത്മാർപ്പണത്തിൻ്റെ അർത്ഥവും ആഴവും ഞങ്ങൾ വ്യക്തമായി ഗ്രഹിക്കുവാനും ഈ ആത്മാർപ്പണ മനോഭാവത്തോടുകൂടി സദാ ജീവിക്കുവാനും ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങൾ നിരന്തരം ദർശിക്കുവാൻ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സജീവ വിശ്വാസം എന്ന ശക്തി കേന്ദ്രത്തിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ച് ദൈവമഹത്വത്തിനും ഉത്കർഷത്തിനും വേണ്ടി അക്ഷീണം പ്രയത്നിക്കുവാൻ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശ്വാസത്തോടും അനുസരണയോടും കൂടി ദൈവവചനത്തെ സ്വാംശീകരിക്കുവാനും ഹൃദയത്തിൽ സ്വീകരിച്ച മാതാവേ, ഞങ്ങൾ ദൈവത്തിൻ്റെ വിനീത ശുശ്രൂഷകരായിരിക്കുവാൻ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങേ തിരുസുവിൻ്റെ രക്ഷാകര കർമ്മത്തോട് പൂർണ്ണമായി സഹകരിച്ച് വിശ്വാസത്തിൽ അനുദിനം അഭിവൃദ്ധിപ്പെട്ട് ഞങ്ങളും സജീവ വിശ്വാസത്തിൽ പ്രചോദിതരായി ആ രക്ഷാവേല തുടർന്നുകൊണ്ടു പോകുവാൻ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കനികയും മാതാവുമായ തിരുസഭയുടെ പ്രതീകമായ മറിയമേ, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും സദാ സേവനത്തിനായി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനും ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല മനുഷ്യരുടെയും പിതാവായ ദൈവമേ, അങ്ങേ മക്കളായി ഞങ്ങൾ അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നു. എല്ലാവരും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന അങ്ങ് എല്ലാവരെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചൈതന്യത്തിലേക്ക് ആനയിക്കണമേ. വിശ്വാസികളുടെ മാതാവായ പരിശുദ്ധ കന്യക ഞങ്ങൾക്ക് സഹായവും സംരക്ഷണവും നൽകട്ടെ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, ബന്ധുക്കൾ, മിത്രങ്ങൾ, ഉപകാരികൾ എന്നിവരെയും ക്രൈസ്തവ വിശ്വാസത്തിന് അനുഗുണമായി ജീവിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങേ മാതാവായ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് മാതൃകയായിരിക്കട്ടെ. പരിശുദ്ധ മറിയത്തോടുകൂടി അങ്ങേ നിത്യവും പാടിപ്പുകഴ്ത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമേ.
ആമേൻ. മറിയമേ, നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവിഹീനരെ നിത്യവും കാത്തിടാൻ കെൽപ്പഴും താങ്ങായി നിന്നെ നിൻപുത്രനേൽപ്പിച്ചു ഭാരമാതേറ്റ നീ ഞങ്ങളെ കാത്തിടണേ. നിത്യസഹായം നീ എന്നുള്ള ബോധമീ ഞങ്ങളിലാഴമായി വളരുവാൻ നല്ലൊരു വരമിന്നു നൽകണേ. നിന്മക്കൾ കേഴുന്നിതാ. കർത്താവേ, ഈ വീഡിയോ കണ്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുവാനായിട്ട് അവസരം തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.